ഭർത്താവോ ബോയ് ഫ്രണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്തോ. ഇവർ കാരണം വരുന്ന ഒരു പ്രശ്നമാണ് ഫ്രിക്ഷൻ ഇറിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ മുഖത്തില്ലാത്ത പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാവില്ല. അതായത് ഇവരുടെ ഈ താടി ഒന്നെങ്കിൽ ഇവരിത് ക്ലീൻ ചെയ്ത് വെക്കില്ല, അല്ലെങ്കിൽ ഷേവ് ചെയ്തിട്ട് ഒരു തൊട്ടടുത്ത ദിവസം ഒരു മുള്ളു പോലത്തെ ഒരു ഒരു ടെക്സ്ചറും വെച്ച് സ്നേഹത്തിന് വരും. സമ്മതിക്കരുത്. ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സൂത്തനിങ് മോയ്സ്ചറൈസറോ എന്തെങ്കിലും നല്ല രീതിയിൽ ഉപയോഗിച്ചേക്കുക, അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കഴിഞ്ഞാലുടനെ അവരുടെ അടുത്ത് പറയുക നല്ലൊരു കോമഡോജനിക് അല്ലാത്ത ബിയർഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി. ഇങ്ങനെ പറഞ്ഞാൽ മതി, പകുതി പ്രശ്നം തീരും. അഥവാ കോണ്ടാക്റ്റ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെൻറ്റല്ല എക്സ്ട്രാക്റ്റ് വരുന്ന മോയ്സ്ചറൈസറോ സെറംസോ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നിയാസിനമൈഡ് യൂസ് ചെയ്യാം. അതുമില്ല, ഒന്നും കിട്ടിയില്ലെങ്കിൽ അലോവേര ജെൽ യൂസ് ചെയ്യും. നമ്മളൊന്നും ചെയ്യാതെ ട്രീറ്റ് ചെയ്യാതെ ഇത് വിട്ടാൽ ഭയങ്കരമായിട്ടുള്ള ആക്നി ട്രിഗർ ആവും. കാരണം നമ്മുടെ സ്കിന്നിൽ മൈക്രോ ടിയേഴ്സ് ഉണ്ടാവാണ്, ബിയർഡ് ബേൺ എന്ന് പറയും അതിനെ. ആ ടിയേഴ്സ് കാരണം അകത്ത് ഡേർട്ട് കയറി നമുക്ക് ആക്നി ട്രിഗർ ആവും. അതുപോലെ തന്നെ കോമഡോൺസ് വരും. ഈ അകത്തുള്ള ചെറിയ ചെറിയ കുരുക്കളില്ലേ, അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരോ ബോയ് ഫ്രണ്ട്സോ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായി ആ താടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക.